സൂപ്പർ സാറാണ്. നമ്മളിന്ന് +1 റെഗുലർ ഇംപ്രൂവ്മെന്റ് കുട്ടികൾക്ക് വേണ്ടിയുള്ള അടിപൊളിയായിട്ടൊരു ക്വസ്റ്റൻ ആണ് ഫ്രം ഏത് ചാപ്റ്റർ ഇത്? കോംപ്ലക്സ് നമ്പേഴ്സ്. നമ്മുടെ കുറെ പ്രോബ്ലംസുകളൊക്കെ ഇതിനകത്തുള്ളിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും എക്സാമിന് ഇനിയും വരാൻ സാധ്യതയുള്ള വ്യത്യാസമുള്ള മീൻസ് ചെറിയ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസുകൾ നിങ്ങൾ പഠിച്ചോളാം. എക്സാമിന് ഇനിയും ക്വസ്റ്റൻ വരുമ്പോൾ നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ അതേപടി പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്തായാലും മാറ്റങ്ങളുണ്ടാവും, ടഫായിട്ടുള്ള ക്വസ്റ്റൻസുകൾ ഉണ്ടാവും, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചെറിയ മാറ്റങ്ങളായിട്ടുള്ള ക്വസ്റ്റൻസുകൾ ഉണ്ടാവും. ഇനി അവിടെ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റൻസ് ഉണ്ടാവും. എല്ലാം മിക്സിംഗ് ആയിരിക്കും. അങ്ങനെ നിങ്ങൾ പഠിച്ചോളാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അടുത്ത വർഷത്തെ ഇമ്പ്രൂവ്മെന്റ് ഒക്കെയുള്ള പണിയായി പോകും നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ. ഓക്കെ, ഇപ്പൊ +2 പഠിക്കുന്ന കുട്ടികളെല്ലാം ഒത്തിരി കുട്ടികൾ +1 ഇമ്പ്രൂവ്മെന്റ്, പ്രത്യേകിച്ച് മാത്സ് ആണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകൾ, നോട്ട്സുകൾ, ഇക്വേഷൻ ബുക്കിലേറ്റുകൾ, പിന്നെ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പാക്കേജ്. ഈ എക്സാമിന് എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്ററുകൾ ആദ്യം പഠിക്കണം, ഓരോ ചാപ്റ്ററിന് ഏതൊക്കെ ചോദ്യങ്ങളാണ് പഠിക്കണം എന്നുള്ള കൃത്യമായിട്ട് തന്നുള്ള ക്വസ്റ്റ്യൻ ആൻസറുള്ള തരും. താഴെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എളുപ്പം നോക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. If x plus iy is equal to root of 1 plus iy by 1 minus i. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രൂവ് ദാറ്റ് x square plus y square equal to 1. അപ്പൊ ഈ x plus iy യുടെ വാല്യൂ തന്നിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് എടുത്ത് എഴുതാം. x plus iy is equal to root of 1 plus i divided by 1 minus i. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി അങ്ങനെ എത്തിക്കണം കേട്ടോ. കോംപ്ലക്സ് നമ്പറിൽ x plus iy യും x square plus y square ഉണ്ടെങ്കിൽ, ഇവിടെ i ഇല്ല കേട്ടോ, ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തൊരു പണിയുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഇതിപ്പോ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. x minus iy എഴുതണം. എക്സ് പ്ലസ് ഐ വൈ എന്നതും എക്സ് മൈനസ് ഐ വൈ എഴുതാന്ന് പറഞ്ഞാൽ കോഞ്ചുഗേറ്റ് എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാം സൈൻ മാറ്റി ഐയുടെ അല്ലേ, ഐയുടെ സൈൻ മാറ്റി എഴുതുന്നതിന് വിളിക്കുന്ന പേരെന്താണ്? കോഞ്ചുഗേറ്റ്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ കോഞ്ചുഗേറ്റ് എഴുതി, റൈറ്റ് ഹാൻഡ് സൈഡിന്റെ കോഞ്ചുഗേറ്റ് ആകുമ്പോൾ 1 + i അല്ലേ, അപ്പൊ അതിന്റെ സൈൻ മാറ്റുമ്പോൾ 1 - i, 1 - ഐയുടെ സൈൻ മാറ്റുമ്പോൾ 1 + i. ഇക്വേഷൻ നമ്പർ ആരാണ്? 2. ഓക്കെ, ഇനി നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ഇൻഡു ചെയ്യണം. 1 × 2 implies എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് തമ്മിൽ ഇൻഡു ചെയ്യണം, റൈറ്റ് തമ്മിലും ഇൻഡു ചെയ്യണം. ലെഫ്റ്റ് തമ്മിൽ ഇൻഡു ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരൊക്കെ തമ്മിൽ മോനെ? എക്സ് പ്ലസ് ഐ വൈ ഇൻഡു എക്സ് മൈനസ് ഐ വൈ. ഓക്കെ ആണല്ലോ അല്ലെ? ലെഫ്റ്റ് തമ്മിൽ ഇൻഡു ചെയ്തു. ഇനി റൈറ്റ് തമ്മിൽ ഇൻഡു ചെയ്യുക എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 + i by 1 - i ഇൻഡു റൂട്ട് ഓഫ് 1 - i by 1 + i. എല്ലാം കൃത്യമാണ്, മനസ്സിലാവുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. അടിപൊളിയായിട്ടെല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി ഇവനാണ് ശ്രദ്ധിക്കേണ്ടത്. x plus i by x minus i by പണ്ട് എവിടെയോ പഠിച്ചിട്ടുള്ളൂ അല്ലേ? a plus b into a minus b, a square minus b square. അപ്പൊ ഇവിടെ x plus i by into x minus i by എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോണേ. ഞാൻ ഇവിടെ ഒന്ന് മാറ്റി എഴുതിയേക്കാം. x plus i by into x minus i by എന്ന് പറയുമ്പോൾ a plus b, a minus b, a square minus b square. b എന്ന് പറഞ്ഞാൽ ഇവിടെ i y, അപ്പൊ b square എന്ന് പറഞ്ഞാൽ i y യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ i square y square. ഓക്കെ, i square y square. നമുക്കറിയാം i സ്ക്വയറിന്റെ വാല്യൂ എത്ര മോനെ? -1. അപ്പൊ ഈ മൈനസോട് അവിടെ ചേരുമ്പോൾ +1. അപ്പൊ x square plus y square എന്നായിട്ട് മാറും. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആരായിട്ട് മാറി? x square plus y square ആയിട്ട് മാറി കേട്ടോ. ഇത് റൂട്ടിനുള്ളിൽ 1 + i 1 - i ഇൻറ്റു 1 - i 1 + i എല്ലാം കൂടെ ഒരൊറ്റ റൂട്ടിനുള്ളിൽ കേട്ടോ. 2 റൂട്ടല്ലേ ഇൻറ്റു റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി, റൂട്ട് ഓഫ് എ ബി, അത്രയേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് വെട്ടി കളഞ്ഞേ 1 + i 1 + എല്ലാം വെട്ടി പോയി മോനെ. ദാറ്റ് ഈസ് x square plus y square equal റൂട്ട് ഓഫ് 1. റൂട്ട് ഓഫ് 1 എത്ര മോനെ? 1. ഓക്കെ, ആൻസർ ആയി. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? ഇതേപോലുള്ള ക്വസ്റ്റ്യൻസുകൾ നല്ല ഫാസ്റ്റ് ആയിട്ട് ചെയ്യണം, നല്ല കോൺഫിഡൻസോടുകൂടി. ഇതൊന്ന് ചെയ്തെടുത്ത് എങ്ങനെയെങ്കിലും ഒക്കെ തീർത്തു എന്നല്ല, വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 2 മിനിറ്റ്, അതിൽ കൂടുതൽ ഒരിക്കലും പോകാൻ പാടില്ല സമയം. ഓക്കെ, ഓരോ ക്വസ്റ്റിനും ഓരോ സമയമുണ്ട്. അതിനുള്ളിൽ അതിന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ മറ്റൊരു ക്വസ്റ്റിനുള്ള സമയമായിരിക്കും നമുക്ക് നഷ്ടപ്പെടുന്നത്. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.